പ്രിയ സജ്ജനങ്ങൾക്ക് ഏവർക്കും രാമായണ മാസാചരണത്തിലേക്ക് സ്വാഗതം. ശ്രീരാമചന്ദ്രൻ വിജയിക്കട്ടെ. രാമ, ലക്ഷ്മണ, ഭരത, ശത്രുഘ്നന്മാർ അയോധ്യയിൽ വളർന്നു. അവർ കൗമാരപ്രായത്തിലേക്ക് എത്തിയപ്പോൾ ഒരു ദിവസം അവിടത്തേക്ക് അവരെ തേടി ഒരു മഹാമുനി വന്നു, വിശ്വാമിത്രൻ. വിശ്വാമിത്രൻ്റെ കഥ പ്രിയ സജ്ജനങ്ങൾക്ക് ഏവർക്കും വേണ്ടി ഞാൻ പങ്കുവയ്ക്കുകയാണ്. വിശ്വാമിത്ര മഹർഷിയായിരുന്നില്ല, രാജാവായിരുന്നു. രാജാവായ വിശ്വാമിത്രനും അദ്ദേഹത്തിൻ്റെ ഭടന്മാരും നായാട്ടിന് കാട്ടിലേക്ക് പോയി. വഴിതെറ്റി അലഞ്ഞലഞ്ഞ് ഭക്ഷണവും വെള്ളവും കിട്ടാതെ അവരൊരു ആശ്രമത്തിലെത്തി, വസിഷ്ഠ മുനിയുടെ ആശ്രമം. ആശ്രമത്തിലെത്തുന്നത് അവർ ഉച്ചയോടുകൂടിയാണ്. മുനി പറഞ്ഞു, നിങ്ങൾ കുളിച്ചു വരൂ, ഭക്ഷണം ഞാൻ റെഡിയാക്കാം. അവർ തിരിച്ചു വരുമ്പോഴേക്ക് ലോകത്തിൽ ഇന്നുവരെ വിശ്വാമിത്ര രാജാവ് കഴിക്കാത്ത അത്രയും അമൂല്യമായ വിശിഷ്ടമായ ഒരു സദ്യ അദ്ദേഹത്തെ കാത്തു കിടക്കുന്നുണ്ടായിരുന്നു. എല്ലാവരും ഭക്ഷണം ആർത്തിയോടുകൂടി കഴിച്ചു, കിടന്നുറങ്ങി. രാത്രിയായി. വിശ്വാമിത്രൻ ചിന്തിച്ചു, ഈ ഒരു മഹർഷി, ചെറിയൊരു കുടിൽ താമസിക്കുന്ന ഈ മഹർഷി ഈ 10-200 പേർക്ക് ഇത്ര പെട്ടെന്ന് എങ്ങനെയാണ് ഭക്ഷണം പാചകം ചെയ്തത്? അതും ഇത്രയും വിഭവ സമൃദ്ധമായ സദ്യ. അങ്ങനെയെങ്കിൽ ഇവിടെ എത്ര പരിചാരകന്മാരുണ്ടാവും? ഇതൊക്കെയായിരുന്നു രാജാവിൻ്റെ ചിന്ത. രാത്രി ഒരു 12 മണിയായപ്പോൾ രാജാവ് എഴുന്നേറ്റു. എന്താണ് ഈ ആശ്രമത്തിൻ്റെ പിറകിൽ നടക്കുന്നത് എന്നറിയാൻ വേണ്ടി അദ്ദേഹം ചെന്ന് നോക്കുമ്പോൾ അവിടെ ഒന്നും കാണുന്നില്ല. ഒരു പശുവിനെ മാത്രം കാണുന്നു, മനോഹരമായൊരു പശു. ഈ സമയത്ത് എന്താണ് രാജാവേ, ഉറക്കമില്ലേ എന്ന് മുനിയുടെ ഒരു ചോദ്യം. അപ്പം മുനിയോട് രാജാവ് ചോദിച്ചു, മുനി, അങ്ങനെയാണ് ഇത്രയും പേർക്ക് ഇത്ര പെട്ടെന്ന് ഭക്ഷണം ഉണ്ടാക്കിയത്? അപ്പോൾ പറഞ്ഞു, ഇതാണ് കാമധേനു, എനിക്ക് ദേവേന്ദ്രൻ നൽകിയ സമ്മാനമാണ്. കാമധേനുവിനോട് എന്തു ചോദിച്ചാലും ഉടനടി തരും. അപ്പോൾ വിശ്വാമിത്രൻ്റെ ഉള്ളിലൊരു ചിന്തയുണ്ടായി, ഈ കാട്ടിനിടയിൽ താമസിക്കുന്ന മെലിഞ്ഞുണങ്ങിയ ഈ മനുഷ്യൻ എന്തിനാണ് ഇത്ര നല്ലൊരു പശു? അതുകൊണ്ട് ഇത് എൻ്റെ രാജ്യത്തിലേക്ക് കൊണ്ടുപോകണം. അപ്പം ഈ പശുവിനെ എനിക്ക് തരൂ എന്ന് പറഞ്ഞു. രാജാവ് പറഞ്ഞു, ഈ പശുവിനെ എനിക്ക് വേണം, ഞാൻ എൻ്റെ നാട്ടിൽ ഈ പശുവിനോട് ചോദിച്ചിട്ട് അരിയും ഗോതമ്പും ഒക്കെ ഞാൻ എടുത്തോളാം. വിശ്വാമിത്രൻ പറഞ്ഞു, എനിക്ക് ക്ഷമിക്കണം. വസിഷ്ഠമുനി പറഞ്ഞു, എനിക്ക് സമ്മാനമായി ലഭിച്ചതാണ്, ഇത് തരാൻ കഴിയില്ല. അങ്ങനെ തർക്കമായി. ഭടന്മാരെ വിളിച്ചുണർത്തിയിട്ട് വിശ്വാമിത്രൻ പറഞ്ഞു, ഈ കിളവനെ തോൽപ്പിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഈ ഗോവിനെ നമ്മുടെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകൂ എന്ന് പറഞ്ഞു. ഈ സമയത്ത് കാമധേനു എന്ന് വസിഷ്ഠമുനി വിളിച്ചതും കാമധേനുവിൻ്റെ രോമകൂപങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് സൈനികന്മാർ ചാടിയിറങ്ങുകയും രാജാവിൻ്റെ മുഴുവൻ ഭടന്മാരെയും തോൽപ്പിക്കുകയും രാജാവിനടക്കം മുറിവ് സംഭവിക്കുകയും ചെയ്തു. എല്ലാവരും ഓടിയൊളിച്ചു. രാജാവിനൊരു കാര്യം മനസ്സിലായി, ക്ഷാത്രവീരത്തേക്കാൾ ബ്രഹ്മ തേജസ്സിനാണ് പ്രാധാന്യം. അദ്ദേഹം തപസ് ചെയ്തു, ദീർഘകാലം തപസ് ചെയ്തു. അങ്ങനെ വിശ്വാമിത്രൻ രാജാവ് വിശ്വാമിത്ര മുനിയായി തീർന്നു. അപ്പം അദ്ദേഹം ഒരുപാട് കഴിവുകളുള്ള ആളാണ്. അദ്ദേഹം രാമനെ തേടി വന്നതാണ് അയോധ്യയിലേക്ക്. ദശരഥ മഹാരാജാവ് യഥാവിധി സ്വീകരിച്ചു. ഞാൻ എന്താണ് അങ്ങേക്ക് ചെയ്തു തരേണ്ടതെന്ന് ചോദിച്ചു. എനിക്ക് വേണ്ടത്, ഞങ്ങൾ യാഗം നടത്തുമ്പോൾ താടകയും സുബാഹുവും മാരീചനെ പോലെയുള്ള അസുരന്മാർ വന്നിട്ട് ഞങ്ങളുടെ യാഗം മുടക്കുന്നു. യാഗശാലയിലേക്ക് മനുഷ്യൻ്റെ കുടല് വലിച്ചെറിയുന്നു, മാംസം വലിച്ചെറിയുന്നു. നല്ല കാര്യങ്ങളെ മുടക്കുവാൻ ലോകത്തിൽ എന്നും എക്കാലത്തും ദുഷ്ടശക്തികൾ എല്ലാ കാലത്തുമുണ്ട്. ഈ ഭാരതത്തെ ഇല്ലായ്മ ചെയ്യുവാൻ ഭാരതത്തിൻ്റെ ഉള്ളിൽ നിന്നും പുറത്തുനിന്നും ഏതെല്ലാം ശക്തികൾ പ്രവർത്തിക്കുന്നു. ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് പ്രാർത്ഥിക്കുന്ന, വസുദൈവ കുടുംബകം എന്ന് പ്രാർത്ഥിക്കുന്ന, ഒരു ഉറുമ്പിന് പോലും ഒരു പീഡ നൽകാത്ത ഈ ഭാരതത്തെ തകർക്കുവാൻ ചൈനയും പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ബംഗ്ലാദേശ് അടക്കമുള്ള രാജ്യങ്ങൾ എന്തുകൊണ്ട് പരിശ്രമിക്കുന്നു എന്ന് ചോദിച്ചാൽ, എപ്പോഴെപ്പോഴെല്ലാം ധർമ്മത്തിന് വേണ്ടി ആളുകൾ നിലകൊള്ളുന്നുവോ അധർമ്മത്തിനൊപ്പവും ആളുകൾ ഉണ്ടാകും എന്നത് ഒരു യാഥാർത്ഥ്യമാണെന്നറിയണം. അതുകൊണ്ട് തന്നെ ധർമ്മത്തിനെ സംരക്ഷിക്കുവാൻ വേണ്ടി യജ്ഞം, യാഗം നടത്തുന്ന മഹാമുനിമാരുടെ യാഗം മുടക്കുന്ന താടകയും പൂതനയും ശൂർപ്പണകയും മാരീചനും സുബാഹുമെല്ലാം എല്ലാ കാലത്തുമുണ്ട്. അതിന്ന് പേരുകൾ മാത്രമേ വ്യത്യസ്തമാകുന്നുള്ളൂ. രൂപം മനുഷ്യൻ്റേതായിരിക്കും, പക്ഷേ കർമ്മം ഈ പറയുന്ന താടകയുടെ കർമ്മമായിരിക്കും എന്ന് മാത്രം. അപ്പോൾ പറഞ്ഞു, ഞാനും എൻ്റെ സൈന്യവും വരാം. ഈ സമയത്ത് വിശ്വാമിത്രൻ പറയുകയാണ്, എനിക്ക് അങ്ങും വേണ്ട, അങ്ങയുടെ സൈന്യവും വേണ്ട. എനിക്ക് വേണ്ടത് രാമനെയാണ്. എനിക്ക് രാമനിൽ അചഞ്ചലമായ വിശ്വാസമുണ്ട്. രാമൻ ഈ പ്രശ്നം പരിഹരിക്കുവാൻ കഴിയും. രാമൻ വന്നാൽ എൻ്റെ യജ്ഞം നടക്കും. അതുകൊണ്ട് രാമൻ എൻ്റെ കൂടെ അയക്കൂ എന്ന് പറഞ്ഞു.
രാമൻ കൗമാരപ്രായത്തിലാണ്, എൻ്റെ മകന് 15 വയസ്സേ ആയിട്ടുള്ളൂ. രാജാവ് വിലപിക്കാൻ തുടങ്ങി. ഈ സമയത്ത് വസിഷ്ഠമുനി പറഞ്ഞു, ഈ മഹാമുനിയെ പണക്കരുത്, മഹാമുനിയുടെ ശാപം വാങ്ങി വെക്കരുത്, അതുകൊണ്ടൊരു കാര്യം ചെയ്യൂ, വിട്ടോളൂ, കൂടെ വിട്ടോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ രാമൻ ആയുധധാരിയായി വിശ്വാമിത്ര മഹർഷിക്കൊപ്പം കാട്ടിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമാണ്, രാമൻ എവിടെയുണ്ടോ അവിടെ ലക്ഷ്മണനുണ്ട്. രാമൻ എവിടെ പോകുന്നുവോ അവിടത്തേക്ക് ലക്ഷ്മണനും പോകും. രണ്ടുപേരും കാട്ടിലേക്ക് പോകുന്നു. കാട്ടിലെത്തിയപ്പോൾ യാഗം തുടങ്ങി. അവിടെ സുബാഹുവും മാരീചനും വന്നു. സുബാഹുവിനെ കൊന്നു. മാരീചന്റെ പിറകിൽ ഒരു അമ്പ് തറച്ചു. മാരീചൻ ഓടി രക്ഷപ്പെട്ടു. കിട്ടേണ്ടത് കിട്ടിയപ്പോൾ തോന്നേണ്ടത് തോന്നി എന്ന് പറയുന്നൊരു പ്രയോഗമുണ്ട്. അതോടുകൂടി മാരീചൻ ഏറ്റവും നല്ല ഒരാളായി തീരുകയാണ്. മാരീചനാണ് ലോകപ്രശസ്തമായ വാക്ക് രാമനെക്കുറിച്ച് പറയുന്നത്, രാമോ വിഗ്രഹവാൻ ധർമ്മ. രാമന്റെ കയ്യിൽ നിന്ന് മാരകമായ മുറിവ് സംഭവിച്ച് രാമനെ കൊല്ലുവാനുള്ള പരിശ്രമത്തിനിടയിൽ തോറ്റോടിപ്പോയ ഒരാൾ അവസാനം രാമന്റെ കൈകൊണ്ട് തന്നെ മരിക്കുന്ന മാരീചനാണ് രാമനെ വിശേഷിപ്പിക്കുന്നത് രാമോ വിഗ്രഹവാൻ ധർമ്മ. ധർമ്മം എന്താൽ അത് രാമനാണെന്ന്, ധർമ്മത്തിന്റെ പ്രതീകമാണ് ഈ രാമനെന്ന് രാമന്റെ ശത്രു പറയുന്നുവെങ്കിൽ രാമന്റെ മഹത്വം എത്രയുണ്ട്. നമ്മുടെ മിത്രങ്ങളെക്കുറിച്ച് നമ്മൾ സ്വാഭാവികമാണ് ഇങ്ങനെയൊക്കെ പറയും. പക്ഷെ നമ്മുടെ ശത്രുവിനെ കുറിച്ച്, അവന്റെ മഹത്വത്തെക്കുറിച്ച് നമ്മൾ വർണ്ണിക്കാറുണ്ടോ? ഇവിടെയാണ് മാരീചന്റെ വർണ്ണന എന്നുകൂടി അറിയണം. അപ്പോൾ സുബാഹുവിനെ കൊന്നു. ഒടുവിൽ താടക ഘോരരൂപിണി ഭയങ്കരി വന്നു. ശ്രീരാമൻ അമ്പെയ്തു, നെഞ്ചിൽ തറച്ചു. വൻമല ചിറകറ്റ് വീഴുന്നത് പോലെ താടക മണ്ണിൽ പതിച്ച് താടക മരിച്ചു പോകുന്നു. യജ്ഞവും യാഗവും സുഖകരമായി നടക്കുന്നു. യജ്ഞത്തെ യാഗത്തെ പൂർത്തീകരിക്കുവാൻ രാജകുമാരൻ ആയുധവുമായിട്ട് വന്നു. വിശ്വാമിത്രൻ വേണമെങ്കിൽ ഇതൊക്കെ ചെയ്യാം, പക്ഷെ അവനവൻ്റെ ഡ്യൂട്ടിയാണ് അവനവൻ ചെയ്യേണ്ടത്. വിശ്വാമിത്രൻ രാജഗുരുവാണ്, ബ്രാഹ്മണനാണ്. ബ്രാഹ്മണൻ സമാജത്തെ ലീഡ് ചെയ്യേണ്ടവരാണ്, ബുദ്ധിശാലികളാണ്. ആയുധമെടുത്ത് പോരാടി ധർമ്മത്തെ സംരക്ഷിക്കേണ്ടത് ആരാണ്? ക്ഷത്രിയനാണ്. ആ പണിയെടുക്കേണ്ടത് ഗുരുനാഥനല്ല, അത് രാജാവിൻ്റെയും രാജകുമാരൻ്റെയും ജോലിയാണ്. അധർമ്മികളിൽ നിന്ന് ധർമ്മത്തെ സംരക്ഷിച്ച് സജ്ജനങ്ങളെ സംരക്ഷിക്കുവാൻ ആക്ഷൻ എടുക്കേണ്ടത് രാജകുമാരനും രാജാവും സൈന്യവുമാണ് എന്ന് നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാഠം കൂടിയാണിത്. അങ്ങനെ രാമന് തൻ്റെ പൂർവികരുടെ ചരിത്രം പറഞ്ഞു കൊടുക്കുകയാണ് വിശ്വാമിത്രൻ. രാമ, നീ അറിയുമോ നിന്റെ വംശം ഏതാണ്? നിന്റെ വംശം രഘുവംശമാണ്, നിന്റെ വംശം സൂര്യവംശമാണ്, നിന്റെ വംശം ഇക്ഷ്വാകു വംശമാണ്. അങ്ങനെ തൻ്റെ പരമ്പര 10-30 തലമുറ പിറകിലേക്കുള്ള തൻ്റെ പരമ്പരയുടെ ചരിത്രം പറഞ്ഞു കൊടുക്കുന്നു. നിന്റെ അച്ഛൻ ദശരഥൻ്റെ അച്ഛൻ അജമഹാരാജാവ്, അങ്ങനെ പിറകിലേക്ക് ഹരിശ്ചന്ദ്രൻ്റെയും ത്രിശങ്കുവിൻ്റെയും ഭഗീരഥൻ്റെയും ഈ കഥകൾ ഓരോന്നും പറഞ്ഞുകൊടുത്ത് ആത്മാഭിമാനത്തെ വളർന്നു. പ്രിയമുള്ളവരെ, നമ്മളെല്ലാവരും നമ്മുടെ പൂർവികരെ കുറിച്ച് പഠിച്ചിരിക്കണം. എൻ്റെ അച്ഛനെക്കുറിച്ചും അമ്മയെക്കുറിച്ചും അവരുടെ ജീവിത സാഹചര്യങ്ങളെക്കുറിച്ചും ഒപ്പം മുത്തച്ഛനെക്കുറിച്ചും മുത്തശ്ശിയെക്കുറിച്ചും നമ്മുടെ എല്ലാം വീട്ടിലൊരു ഫാമിലി ട്രീ ഉണ്ടായിരിക്കണം. കാരണം എനിക്ക് ഞാനായിട്ട് ഇങ്ങനെ ജീവിക്കുവാൻ കഴിയണമെങ്കിൽ എനിക്ക് വേണ്ടി എൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയും ചെയ്ത സംഭാവന എന്ത്? ഇതാണ് ഈ നമ്മുടെ പഞ്ചമഹായജ്ഞങ്ങളിൽ. ഒന്നാമത്തേത് ബ്രഹ്മയജ്ഞം, പഠിക്കുക പഠിപ്പിക്കുക. രണ്ടാമത്തേത് ദേവയജ്ഞം, ദൈവീ കാര്യങ്ങൾ ഇടപെടുക. മൂന്നാമത്തേത് പിതൃയജ്ഞമാണ്, ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളെ കണ്ണിലെ കൃഷ്ണമണി പോലെ സംരക്ഷിക്കുകയും മരിച്ചാലുള്ള ബലികർമ്മവും. നാലാമത്തേത് നരയജ്ഞം, മനുഷ്യരെ സേവിക്കുക. അഞ്ചാമത്തേത് ബോധയജ്ഞം, സർവ്വജീവജാലങ്ങളെയും സേവിക്കുക. പഞ്ചമഹായജ്ഞങ്ങൾ, ഇതെല്ലാം രാമൻ നമ്മെ പഠിപ്പിക്കുന്ന പാഠമാണ്. യജ്ഞത്തെ യാഗത്തെ സംരക്ഷിച്ച രാമന് തൻ്റെ പൂർവികരെ കുറിച്ചുള്ള കഥകൾ പറഞ്ഞു കൊടുക്കുകയാണ് വിശ്വാമിത്രൻ. ആ കഥയിലേക്ക് നമുക്ക് നാളെ വരാം. നന്ദി, നമസ്കാരം. ശ്രീരാമചന്ദ്രൻ വിജയിക്കട്ടെ.